ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രീ പ്രസ് ആക്ടിവിറ്റീസിനെ കുറിച്ചായിരുന്നു പഠിച്ചത്. അപ്പം നമ്മൾ നമ്മുടെ ഡോക്യുമെൻ്റ് ഡിസൈൻ ചെയ്തു, അതിൻ്റെ പ്രൂഫ് എല്ലാം വെരിഫൈ ചെയ്ത് എല്ലാം കഴിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഇനി അടുത്ത് നമ്മുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻറ്റിങ് പ്രോസസ്സാണ്. ഓക്കെ, സോ പ്രിൻറ്റിങ് പ്രോസസ്സ് ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പ്രിൻറ്റിങ് പ്രോസസ്സ്. സോ ഈ പ്രിൻറ്റിങ് എന്ന് പറയുന്നത് നമ്മൾ പ്രീ ഫ്ലൈറ്റിങ്ങിൽ നമ്മൾ അവസാനം ചെയ്ത് വെച്ചേക്കുന്നത് എന്താണ്? പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രിൻറ്റിങ് പ്ലേറ്റ്സ് ഒക്കെ നമ്മൾ ഫിനിഷ് ചെയ്ത് വെച്ചേക്കുവാണ്. സോ ആഫ്റ്റർ ഫിനിഷിങ് ദിസ് പ്രിൻറ്റിങ് പ്ലേറ്റ്സ് ആൻഡ് ഓൾ വി ആർ സ്റ്റാർട്ടിങ് ദ പ്രിൻറ്റിങ് പ്രോസസ്സ്. സോ പ്രിൻറ്റിങ് പ്രോസസ്സിലാണ് നമ്മൾ പ്രസ്സിൽ സാധനം കൊടുത്തിട്ട്, അതായത് നമ്മുടെ മാറ്റർ കൊടുത്തിട്ട് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റായിട്ട്, അതായത് ഹാർഡ് കോപ്പി നമുക്ക് കിട്ടുന്നത് എപ്പോഴായിരിക്കും? പ്രിൻറ്റിങ്ങിന് ആഫ്റ്റർ പ്രിൻറ്റിങ്ങിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിൻറ്റിങ് ആർ ദെയർ. ഓക്കെ, പല ടൈപ്പ് ഓഫ് പ്രിൻറ്റിങ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ലിത്തോഗ്രാഫിക് പ്രിൻറ്റിങ്. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രിൻറ്റിങ് ആണ് ലിത്തോഗ്രാഫിക് പ്രിൻറ്റിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്ലേറ്റ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഓഫ്സെറ്റ് പ്രിൻറ്റിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എ മെത്തേഡ് വിച്ച് ഈസ് ഓഫ്സെറ്റ് പ്രിൻറ്റിങ് മെത്തേഡ്. ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത് യൂസിങ് പ്ലേറ്റ്സ് ആണ്. അതായത് പ്രിൻറ്റിങ് പ്ലേറ്റ്സ് യൂസ് ചെയ്ത് ചെയ്യുന്ന പ്രിൻറ്റിംഗ് ആണ് ലിത്തോഗ്രാഫിക് പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രിൻറ്റിംഗ് പ്ലേറ്റിൻ്റെ മുകളിൽ ഇങ്ക് അപ്ലൈ ചെയ്യും. സോ ഇങ്ക് അപ്ലൈഡ് ടു പ്രിൻറ്റിംഗ് പ്ലേറ്റ്. പ്രിൻറ്റിംഗ് പ്ലേറ്റിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ക് പൂശിയതിന് ശേഷം അതിനെ ഒരു റബ്ബർ ബ്ലാങ്കറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ട്രാൻസ്ഫർ ടു റബ്ബർ ബ്ലാങ്കറ്റ്. ആ വലിയ മെഷീനകത്ത് നടക്കുന്ന സംഭവങ്ങളാണ് ഈ പറയുന്നത്. ദെൻ അതിനുശേഷം ഈ ബ്ലാങ്കറ്റിനകത്തുള്ള ഇമേജിനെ പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ദിസ് ഇമേജ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു പേപ്പർ. ഓക്കെ, ഇങ്ങനെയാണ് അത് നടക്കുന്നത്. ഇനി ഇത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ന്യൂസ് പേപ്പേഴ്സ് പ്രിൻറ്റിങ്, ബുക്സ് ഒക്കെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ന്യൂസ് പേപ്പേഴ്സ്, ബുക്സ്, ഫോംസ് ഒക്കെ പ്രിൻറ്റ് ചെയ്യാനായിട്ട് ലാർജ് നമ്പർ ഓഫ് കോപ്പീസ് ഒക്കെ പ്രിൻറ്റ് ചെയ്യുന്ന കേസസിലൊക്കെയാണ് നമ്മൾ നോർമലി ലിത്തോഗ്രാഫിക് പ്രിൻറ്റിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം ലിത്തോഗ്രാഫിക് പ്രിൻറ്റിങ്ങിൻ്റെ എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്? ഇതിനകത്ത് നമ്മൾ പ്രിൻറ്റിങ് പ്ലേറ്റ്സ് യൂസ് ചെയ്ത് ഓഫ്സെറ്റ് പ്രിൻറ്റിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സോ പ്രിൻറ്റിങ് പ്ലേറ്റ്സിലേക്ക് ഇങ്ക് അപ്ലൈ, ഫസ്റ്റ് വി വിൽ ബി അപ്ലൈയിങ് ഇങ്ക് ടു പ്രിൻറ്റിങ് പ്ലേറ്റ്സ്. ദെൻ ആൻഡ് ദാറ്റ് plate is transferred, image from that printing plates are transferred to a rubber blankets ആണ്, rubber blankets. Then that image on rubber blankets is transferred to paper. Okay, then ഇത് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് ന്യൂസ് പേപ്പേഴ്സും ബുക്സും ഫോംസും ഒക്കെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലിത്തോഗ്രാഫിക് പ്രിൻറ്റിങ്ങിൽ വരുന്നത്. ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രിൻറ്റിങ് ഈസ് ഡിജിറ്റൽ പ്രിൻറ്റിങ്. Okay, digital printing. ഡിജിറ്റൽ പ്രിൻറ്റിങ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ലേസർ പ്രിൻറ്റേഴ്സ് അല്ലെങ്കിൽ ഇങ്ക്ജെറ്റ് പ്രിൻറ്റേഴ്സ് ആണ്. ഇത് നമ്മൾ സാധാരണ ഇപ്പം പ്രിൻറ്റിങ് ഷോപ്പുകളിലൊക്കെ നമ്മൾ പേപ്പറിൽ പ്രിൻ്റ് എടുക്കാനൊക്കെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകാറുള്ള പ്രിൻറ്റേഴ്സൊക്കെ ലേസറോ അല്ലെങ്കിൽ ഇങ്ക്ജെറ്റ് പ്രിൻറ്റേഴ്സോ ഒക്കെ ആയിരിക്കും. അപ്പം ഹൈ വോളിയം ലേസർ പ്രിൻ്ററോ അല്ലെങ്കിൽ ലാർജ് ഫോർമാറ്റിലുള്ള ലേസർ പ്രിൻ്ററോ ഇങ്ക്ജെറ്റ് പ്രിൻ്ററോ ഒക്കെ, അതായത് പല ടൈപ്പിലും പല സൈസിലും ഒക്കെ ഉള്ള പ്രിൻറ്റേഴ്സ് ഇതിനു വേണ്ടി അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വി ആർ നോട്ട് യൂസിങ് എനി പ്ലേറ്റ്സ്. ഓക്കെ, പ്ലേറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. നമ്മൾ കമ്പ്യൂട്ടറിൽ മാറ്റർ റെഡി ആയി കഴിഞ്ഞാൽ അത് ഡയറക്റ്റ്ലി നമുക്ക് പ്രിൻ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പ്രിൻ്റ് എടുക്കാനുള്ള പ്രൊവിഷൻ ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിൽ ഉണ്ട്. അതാണ് ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് കൂടുതലാണ്. ഓക്കെ, നമ്മൾ സാധാരണ ലിത്തോഗ്രാഫിക് പ്രിൻറ്റിങ്ങിനെ അപേക്ഷിച്ച് കോസ്റ്റ് ഇതിൻ്റെ കേസിൽ കൂടുതലാണ്. പെർ പേജിന് കോസ്റ്റ് കൂടും. ഓക്കെ, ഇനി
വേറൊരു പ്രത്യേകതയാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റർ മോഡിഫൈ ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. മാറ്റർ ക്യാൻ ബി മോഡിഫൈഡ് എനി ടൈം. അതേസമയം ഈ ലിത്തോഗ്രാഫിക് പ്രിൻറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ നമ്മൾ വൺസ് ഒരു പ്ലേറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറ്റർ നമ്മൾ ഒന്നേന്ന് മോഡിഫൈ ചെയ്യണമെങ്കിൽ അത് വലിയൊരു ടീഡിയസ് പ്രോസസ്സാണ്. കാരണം ആ പ്ലേറ്റ്സ് മുഴുവനും ചേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നെ അത് പ്രിൻറ്റിങ്ങിന് കൊടുക്കാൻ പറ്റുള്ളൂ. അതേസമയം ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ പ്ലേറ്റ്സ് പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാത്തത് കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രിൻറ്റിങ് മാറ്റർ മോഡിഫൈ ചെയ്യാനും വീണ്ടും വീണ്ടും കൊടുക്കാനും ഒക്കെ ഉള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ഡിമാൻഡ് പ്രിൻറ്റിംഗ് ആണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം പ്രിൻറ്റിങ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിലുള്ളത്. ഇപ്പം ന്യൂസ് പേപ്പേഴ്സ്, ബുക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ഫിക്സഡ് കോപ്പി, ഇപ്പം ഹൈ നമ്പർ ഓഫ് കോപ്പീസ് നമ്മൾ ഓൾറെഡി തന്നെ ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് കോപ്പീസ് നമ്മൾ പ്രിൻ്റ് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് എപ്പോൾ ആവശ്യം വരുന്നോ ആ സമയത്ത് മാത്രം പ്രിൻ്റ് എടുക്കാനുള്ള പ്രൊവിഷൻ ഡിജിറ്റൽ പ്രിൻറ്റിങ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം ഇതിന് പ്രത്യേകിച്ച് പ്ലേറ്റ്സ് സെറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. ഡയറക്റ്റ് ആ മാറ്റർ അന്നേരം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻറ്റിംഗ് ആയിട്ട് കിട്ടും. അതാണ് അതിൻ്റെ പ്രത്യേകത, ഡിജിറ്റൽ പ്രിൻറ്റിങ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് പ്രിൻറ്റിംഗ് ആണ് ഗ്രേവർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രേവർ പ്രിൻറ്റിംഗ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റോട്ടോഗ്രേവർ. റോട്ടോഗ്രേവർ എന്നും അറിയപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രിൻറ്റിംഗ് ആണിത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലെക്സിബിൾ പാക്കേജിംഗ് പ്രിൻറ്റിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, യൂസ്ഡ് ഫോർ ഫ്ലെക്സിബിൾ പാക്കേജിംഗ് പ്രിൻറ്റിംഗ് പ്രോസസ്. അതായത് നമ്മുടെ പാക്കേജിംഗ് മെറ്റീരിയൽസിലൊക്കെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നോർമലി പോളിസ്റ്റർ, നൈലോൺ, പോളിഎത്തിലീൻ, അലുമിനിയം, that is അലുമിനിയം ഫോയിൽസ്. ദെൻ പേപ്പേഴ്സിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാം. ഇതിലൊക്കെയുള്ള പ്രിൻറ്റിങ്ങിനാണ് നമ്മൾ ഗ്രേവർ പ്രിൻറ്റിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം ഗ്രേവർ പ്രിൻറ്റിങ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പാക്കേജിങ് പ്രിൻറ്റിങ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. പാക്കേജിങ് മെറ്റീരിയൽസ് പാക്ക് ചെയ്ത് വിടുന്നതിലുള്ള പ്രിൻറ്റിങ്ങിന്, നമ്മുടെ പാക്കറ്റ്സിലൊക്കെ പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നോർമലി ഇത് പ്രിൻറ്റിങ് പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പോളിസ്റ്റർ, നൈലോൺ, പോളിത്തിലീൻ, അലുമിനിയം ഫോയിൽസ്, പിന്നെ പേപ്പറിലും നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രിൻറ്റിങ്ങിനൊക്കെയാണ് നമ്മൾ നോർമലി ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ആക്ച്വലി നമ്മളൊരു സിലിണ്ടറാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിനകത്ത് ഒരു സിലിണ്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ സിലിണ്ടറിനകത്ത് നമ്മുടെ ഇമേജിനെ എൻഗ്രേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സിലിണ്ടർ എൻഗ്രേവ്ഡ് വിത്ത് ദ ഇമേജ് ടു പ്രിൻ്റ്. നമുക്ക് പ്രിൻ്റ് എടുക്കാനുള്ള ഇത് നമ്മുടെ സിലിണ്ടറിനകത്തേക്ക് എൻഗ്രേവ് ചെയ്യും. ജസ്റ്റ് നമ്മുടെ ഫോട്ടോസ്റ്റാറ്റ് മെഷീനൊക്കെ അതുപോലെയാണ്. ഡ്രം വെച്ചിട്ട് ആ ഡ്രമ്മിൽ ഈ മാഗ്നറ്റിക് ഒരു എഫക്റ്റൊക്കെ വെച്ചിട്ടാണ് അതിനകത്ത് ആ ഒരു പ്രിൻറ്റിങ് പ്രോസസ്സ് നടക്കുന്നത്. അതുപോലെയുള്ള ഒരു ടൈപ്പ് ഓഫ് പ്രിൻറ്റിംഗ് ആണ് ഈ ഗ്രേവർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ സിലിണ്ടറിനകത്ത് നമ്മൾ ഇമേജ് എൻഗ്രേവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ഈ സിലിണ്ടറിനെ ഒരു ഇങ്കിനകത്തേക്ക് ഇമ്മേഴ്സ് ചെയ്യും. ഇമ്മേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഫുള്ളാക്കി ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇമ്മേഴ്സ്ഡ് ഇൻ ഇങ്കിനകത്തേക്ക് നമ്മൾ ഡിപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇറക്കി വെക്കുമ്പോഴത്തേന് എന്ത് സംഭവിക്കും, അതിൻ്റെ അകത്തുള്ള ആ സിലിണ്ടറിനകത്തുള്ള എൻഗ്രേവിങ്ങിൽ നമ്മൾ എവിടേക്കാണോ എൻഗ്രേവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, ഇങ്ങനെ ജസ്റ്റ് എന്താ പറയുക, ഇങ്ങനെ ഒരു പാറ്റേൺ പോലെ നമുക്ക് കാണും. അപ്പോൾ ഈ ഒരു കുഴിഞ്ഞ ഭാഗവും നികന്ന ഭാഗവും കാണുമല്ലോ. അപ്പോൾ ഈ കുഴിഞ്ഞ ഭാഗങ്ങളിലേക്കൊക്കെ ഇങ്ക് ഇങ്ങനെ കയറി പറ്റും. ഓക്കെ, അപ്പം ഇങ്ക് കയറി പറ്റി പിടിച്ചിട്ട് അതിനെ പിന്നീട് നമുക്ക് ഏതിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പ്രിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗുഡ് ക്വാളിറ്റി പ്രിൻറ്റിങ് ആയിരിക്കും. ഓക്കെ, പ്രിൻറ്റിങ്ങിന് ക്വാളിറ്റി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഹൈ വോളിയം പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ലോ കോസ്റ്റ് ആയിരിക്കും. ലോ കോസ്റ്റ് ഫോർ ഹൈ വോളിയം പ്രൊഡക്ഷൻ.
അതായത് നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന നമ്പർ ഓഫ് പ്രിൻറ്റിങ്ങിൻ്റെ എണ്ണം കൂടുന്തോറും നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനുള്ള ഒരു ടൈപ്പ് ഓഫ് പ്രിൻറ്റിംഗ് ആണ് എൻഗ്രേവർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഈസ് സ്യൂട്ടബിൾ ഓൺ ലാമിനേറ്റഡ് പാക്കേജിംഗ് ഫോർ ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ്. സ്യൂട്ടബിൾ ഫോർ ലാമിനേറ്റഡ് പാക്കേജിങ്. നമ്മളിപ്പം ചില ഫുഡ് ഇൻഗ്രീഡിയൻസ് ഒക്കെ വരുന്നത് ലാമിനേറ്റഡ് ആയിട്ടുള്ള സീൽഡ് പാക്കറ്റ്സിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനകത്തൊക്കെ പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മെത്തേഡാണ് ഗ്രേവർ പ്രിൻറ്റിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു മെത്തേഡാണ് ഫ്ലെക്സോഗ്രഫി. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പല മെറ്റീരിയൽസിലും നല്ല ഗുഡ് ക്വാളിറ്റി പ്രിൻറ്റിങ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഫ്ലെക്സോഗ്രഫി എന്ന് പറയുന്നത്. സോ ദിസ് ഓൾസോ പ്രൊഡ്യൂസസ് ഗുഡ് ക്വാളിറ്റി പ്രിൻറ്റിങ് ഇൻ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. പല ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രിൻറ്റിംഗ് ആണ് ഫ്ലെക്സോഗ്രഫി എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ലീസ്റ്റ് എക്സ്പെൻസീവ്. എക്സ്പെൻസും വളരെ കുറവാണ്. ആൻഡ് ഈസ് ദ സിംപ്ലസ്റ്റ് പ്രിൻറ്റിംഗ് മെത്തേഡ് ഫോർ പാക്കേജിങ്. സോ ഈ ഗ്രേവർ പ്രിൻറ്റിങ്ങിനെ പോലെ തന്നെ ഉള്ള പാക്കേജിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രിൻറ്റിംഗ് ആണ് ഫ്ലെക്സോഗ്രഫി പ്രിൻറ്റിംഗ്. അപ്പോൾ ഇതിനകത്ത് ഫ്ലെക്സോഗ്രാഫിക് പ്ലേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഗ്രേവർ പ്രിൻറ്റിങ്ങിലാണെങ്കിൽ സിലിണ്ടർ ആണ് യൂസ് ചെയ്തത്. ഫ്ലെക്സോഗ്രഫി പ്രിൻറ്റിങ്ങിനകത്ത് ഫ്ലെക്സോഗ്രാഫിക് പ്ലേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ഫ്ലെക്സിബിൾ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതായിരിക്കും. പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ റബ്ബറോ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ മെത്തേഡ് കൊണ്ടുള്ള അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു പ്ലേറ്റാണ് ഫ്ലെക്സോഗ്രാഫിക് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്ലേറ്റിലേക്ക് ആദ്യം ഇങ്ക് പുരട്ടിയതിന് ശേഷം അതിനെ നമ്മുടെ മെറ്റീരിയലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ടൈപ്പ് ഓഫ് പ്രിൻറ്റിങ്ങിനകത്ത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ക് വളരെ ഫാസ്റ്റായിട്ട് ഡ്രൈ ആവും. സോ അപ്പോൾ നമുക്ക് പ്രിൻറ്റിങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ചിലപ്പോൾ മെറ്റീരിയൽ യൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇത് തരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ വേറെയും കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട് ഈ ഒരു ടൈപ്പ് ഓഫ് പ്രിൻറ്റിങ്ങിന്. ഒന്നാമത് ഫാസ്റ്റ് പ്രൊഡക്ഷൻ ആണ്. ഫാസ്റ്റായിട്ട് പ്രിൻറ്റിങ് നമുക്ക് പ്രിൻറ്റിങ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ലോവർ കോസ്റ്റുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ഷോപ്പിംഗ് ബാഗ്സ് ഒക്കെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് പ്രിൻറ്റിങ് യൂസ് ചെയ്യുന്നത്. ഷോപ്പിംഗ് ബാഗ്സ് പ്രിൻറ്റിങ്, പിന്നെ മിൽക്കിന് വേണ്ടിയിട്ടുള്ള മിൽക്ക് കവർ പ്രിൻറ്റിങ്, അതെല്ലാം നമ്മൾ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ദെൻ ഡിസ്പോസിബിൾ കപ്പ്, ഫുഡ് പാക്കറ്റ്സ്, ഇതിനൊക്കെ പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്ലെക്സോഗ്രാഫിക് പ്രിൻറ്റിംഗ് ആണ് നോർമലി യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് പ്രിൻറ്റിംഗ് ആണ് സ്ക്രീൻ പ്രിൻറ്റിംഗ്. സ്ക്രീൻ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നതും ഒരു സിമ്പിൾ ടൈപ്പ് ഓഫ് പ്രിൻറ്റിംഗ് ആണ്. ഇതിനകത്ത് നമ്മളൊരു വൂവൺ മെഷാണ് യൂസ് ചെയ്യുന്നത്. മെഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല പോലത്തെ ഒരു സംഭവമാണ്. വൂവൺ മെഷ് നമ്മൾ യൂസ് ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ ഇങ്ക് ഒഴിച്ചതിന് ശേഷം ഇങ്ക് അതുവഴി സ്റ്റെൻസിൽ വഴിയാണ് നമ്മൾ ഇമേജിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. വൂവൺ മെഷ് യൂസ് ചെയ്തിട്ട് ഇങ്ക് ബ്ലോക്ക് ചെയ്യും. ഇങ്ക് വിൽ ബി ബ്ലോക്ക്ഡ്. Then stencil uses stencil to receive the desired image. നമുക്ക് ആവശ്യമുള്ള ഇമേജ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെൻസിൽ യൂസ് ചെയ്ത് ആ സ്റ്റെൻസിൽ വഴി ഈ ഇങ്ക് വുവൺ മെഷ് വഴിയാണ്, ആ വല പോലെ ഇരിക്കുന്ന ആ ഒരു അരിപ്പ പോലെ ഇരിക്കും, അതിനകത്ത് വഴി ഇങ്ക് ഒഴിച്ച് അതിനെ
താഴെ ഒരു സ്റ്റെൻസിൽ വെച്ച് ആ സ്റ്റെൻസിൽ വഴിയാണ് നമ്മൾ മെറ്റീരിയലിലേക്ക് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ക്രീൻ പ്രിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രിൻറ്റിംഗ് ആണ്. ഓക്കെ, ദെൻ ഈ സ്റ്റെൻസിലിൻ്റെ മുകളിൽ നമ്മൾ ഈ മെഷീൻ്റെ മുകളിലായിട്ട് ഇങ്ക് വെച്ചതിന് ശേഷം ഒരു റബ്ബർ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കുമ്പോഴത്തേനുമാണ് അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ക് താഴോട്ട് ഇറങ്ങി ആ സ്റ്റെൻസിൽ വഴി അതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫ്ലാറ്റ് സർഫസ് പ്രിൻറ്റിങ്ങിന് മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഫ്ലാറ്റ് സർഫസിലുള്ള ടൈപ്പ് ഓഫ് പ്രിൻറ്റിങ്ങിന് മാത്രമേ നമ്മൾ നോർമലി ഇത് യൂസ് ചെയ്യാറുള്ളൂ. സാധാരണ നമ്മുടെ ടീഷർട്ട് പ്രിൻറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു സ്ക്രീൻ പ്രിൻറ്റിങ് യൂസ് ചെയ്യാവുന്നതാണ്. ടീഷർട്ട്സിലൊക്കെ നമ്മൾ കസ്റ്റമൈസ്ഡ് ഇമേജസ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ സാധാരണ സ്ക്രീൻ പ്രിൻറ്റിങ് യൂസ് ചെയ്ത് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ പല വെറൈറ്റി ഇമേജസ് പ്രിൻറ്റ് ചെയ്യാനും നമുക്ക് ഇത് യൂസ് ചെയ്യാം. സോ ദിസ് പ്രിൻറ്റിങ് ക്യാൻ ബി യൂസ്ഡ് ഇൻ വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ്. ഏത് വെറൈറ്റി മെറ്റീരിയൽസിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സ്ക്രീൻ പ്രിൻറ്റിങ് അപ്ലൈ ചെയ്യാം. ബട്ട് ദ ഓൺലി തിങ് ഈസ് ഇറ്റ് ഷുഡ് ബി ഇൻ എ ഫ്ലാറ്റ് സർഫസ്. ഫ്ലാറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് പ്രിൻറ്റിങ് നടത്താൻ പറ്റുള്ളൂ എന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് പ്രിൻറ്റിങ് മെത്തേഡ്സ് ആണ് നമുക്ക് ഉള്ളത്. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. ആദ്യത്തെ ടൈപ്പ് ഓഫ് പ്രിൻറ്റിങ് എന്തായിരുന്നു? ലിത്തോഗ്രാഫിക് പ്രിൻറ്റിംഗ് ആയിരുന്നു. അതിൽ നമ്മൾ പ്രിൻറ്റിംഗ് പ്ലേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് ആണ്. ഇങ്ക് നമ്മൾ പ്രിൻറ്റിംഗ് പ്ലേറ്റ്സിൽ അപ്ലൈ ചെയ്തിട്ട് അത് റബ്ബർ ബ്ലാങ്കറ്റ്സ് വഴി പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇത് ന്യൂസ് പേപ്പേഴ്സും ബുക്സും ഫോംസും ഒക്കെ ലാർജ് എമൗണ്ടിൽ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്താണ് ലിത്തോഗ്രാഫിക് പ്രിൻറ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഡിജിറ്റൽ പ്രിൻറ്റിംഗ് ആണെങ്കിൽ ലേസർ അല്ലെങ്കിൽ ഇങ്ക്ജെറ്റ് പ്രിൻറ്റേഴ്സ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ പ്ലേറ്റ്സ് ഒന്നുമില്ല, ഡയറക്റ്റ്ലി നമ്മൾ ഇമേജ് പ്രിൻ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആണ്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാറ്റർ എപ്പോൾ വേണമെങ്കിലും മോഡിഫൈ ചെയ്ത് വീണ്ടും പ്രിൻ്റ് എടുക്കാം. അതുപോലെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം കോപ്പീസ് പ്രിൻ്റ് എടുക്കാനുള്ള പ്രൊവിഷനും ഈ ഒരു പ്രിൻറ്റിംഗ് മെത്തേഡിൽ ഉണ്ട്, ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിൽ ഉണ്ട്. ദെൻ ഗ്രേവർ പ്രിൻറ്റിംഗ് ആണ് മൂന്നാമത്തെ മെത്തേഡാണ് ഗ്രേവർ പ്രിൻറ്റിംഗ്. ഇതെന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ പാക്കേജിങ് പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് പോളിസ്റ്റർ, നൈലോൺ, പോളിത്തിലൈൻ, അലുമിനിയം ഫോയിൽസ്, പേപ്പേഴ്സ് ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഗ്രേവർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇതിനകത്ത് നമ്മളൊരു സിലിണ്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ആ സിലിണ്ടറിനകത്ത് നമുക്ക് പ്രിൻ്റ് എടുക്കേണ്ട ഇമേജിനെ എൻഗ്രേവ് ചെയ്തിട്ട് ആ സിലിണ്ടറിനെ മൊത്തത്തിൽ നമ്മൾ മഷിയിലേക്ക് മുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മുക്കി എടുത്തിട്ട് അതിനെ നമ്മൾ നേരെ മെറ്റീരിയലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഗുഡ് ക്വാളിറ്റി പ്രിൻറ്റിംഗ് ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് പ്രിൻറ്റിങ് ഓഫർ ചെയ്യുന്നത്. ദെൻ ഹൈ വോളിയം പ്രൊഡക്ഷനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കോസ്റ്റ് വളരെ കുറവായിരിക്കും. ലാമിനേറ്റഡ് പാക്കേജിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രിൻറ്റിങ്ങിന് വളരെ സ്യൂട്ടബിൾ ആണ് ഗ്രേവർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നാലാമത്തെ ടൈപ്പ് ഓഫ് പ്രിൻറ്റിംഗ് ആണ് ഫ്ലെക്സോഗ്രാഫി പ്രിൻറ്റിംഗ്. ഇതിനകത്ത് നമുക്ക് ഗുഡ് ക്വാളിറ്റി പ്രിൻറ്റിംഗ് തന്നെയാണ്. പല ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിൽ പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഫ്ലെക്സോഗ്രാഫി പ്രിൻറ്റിംഗ് നമുക്ക് യൂസ് ചെയ്യാം. വളരെ ലീസ്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് മാത്രമേ ഇതിന് ചിലവുള്ളൂ. ദെൻ അത് മാത്രമല്ല സിംപ്ലസ്റ്റ് പ്രിൻറ്റിംഗ് ഫോർ പാക്കേജിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസിന് വേണ്ടിയിട്ടുള്ള സിംപ്ലസ്റ്റ് പ്രിൻറ്റിംഗ് മെത്തേഡാണിത്. ദെൻ ഫ്ലെക്സോഗ്രാഫിക് പ്ലേറ്റ്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഗ്രേവർ പ്രിൻറ്റിങ്ങിനകത്ത് സിലിണ്ടർ യൂസ് ചെയ്യുന്നു, ഫ്ലെക്സോഗ്രാഫിയിൽ ഫ്ലെക്സോഗ്രാഫിക് പ്ലേറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. സോ ഈ പ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ റബ്ബറോ പോയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് ഈ പ്ലേറ്റ്സ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഉപയോഗിക്കുന്ന ഇങ്ക് വളരെ വേഗത്തിൽ ഡ്രൈ ആയി കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിൻറ്റിങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് സാധനം യൂസ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ഓക്കെ, ദെൻ രണ്ടാമത് ഫാസ്റ്റ് പ്രൊഡക്ഷൻ ആണ്. ദെൻ കോസ്റ്റ് കുറവാണ്. നോർമലി ഷോപ്പിംഗ് ബാഗ്സ് ഉണ്ടാക്കാനും അതിലുള്ള പ്രിൻറ്റിങ്ങിനും പിന്നെ പാലിൻ്റെ കവർ പ്രിൻറ്റ് ചെയ്യുന്നതും ഡിസ്പോസിബിൾ കപ്പും ഫുഡ് പാക്കറ്റ്സ് പ്രിൻറ്റ് ചെയ്യുന്നതും ഒക്കെയാണ് ഈ ഒരു പ്രിൻറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ദെൻ അഞ്ചാമത്തെ ടൈപ്പ് ഓഫ് പ്രിൻറ്റിംഗ് ആണ് സ്ക്രീൻ പ്രിൻറ്റിംഗ്. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രിൻറ്റിംഗ് മെത്തേഡ്. ഇതിൽ നമ്മളൊരു ഓവൻ മെഷ് യൂസ് ചെയ്യുന്നുണ്ട്. മെഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു അരിപ്പ പോലത്തെ സംഭവം. ദെൻ അതിൻ്റെയൊക്കെ ഇങ്ക് ഒഴിക്കുന്നു. ആ മെഷീന് താഴെ ഒരു സ്റ്റെൻസിലുണ്ട്. സ്റ്റെൻസിലിൽ നമുക്ക് ആവശ്യമുള്ള ഇമേജ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ആ ഫ്ലാറ്റ് സർഫസ്, അതായത് ആ മെഷീൻ്റെ മുകളിൽ ഇങ്ക് വെച്ചതിന് ശേഷം നമ്മളൊരു മെറ്റൽ വെച്ചോ മറ്റോ നമ്മളിങ്ങനെ വടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് കൊടുക്കുമ്പോഴത്തേന് സ്റ്റെൻസിൽ വഴി ഇമേജ് നമ്മുടെ മെറ്റീരിയലിലേക്ക് ട്രാൻസ്ഫർ ആവും. ഇത് ഫ്ലാറ്റ് സർഫസ് പ്രിൻറ്റിങ്ങിന് വേണ്ടി മാത്രമേ
സ്യൂട്ടബിൾ ആയിട്ടുള്ളൂ സ്ക്രീൻ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് വെറൈറ്റി ഓഫ് മെറ്റീരിയൽസിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇൻക്ലൂഡിങ് ക്ലോത്ത്സ്, നമ്മുടെ വസ്ത്രങ്ങളിൽ വരെ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നതാണ് സ്ക്രീൻ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഫ്ലാറ്റ് സർഫസ് പ്രിൻറ്റിംഗ് മാത്രമേ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് പ്രിൻറ്റിംഗ് ആണ് ഉള്ളത്. ഇതെല്ലാവർക്കും ഫെമിലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി ടോപ്പിക്സ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ബൈ, താങ്ക് യു.